ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വീക്കെൻഡിൽ എവിടെ പോകണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ സാദിയത്ത് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ സാദിയത്ത് ബീച്ചിലോട്ടുള്ള യാത്രയാണ്. പോകുന്ന വഴിയുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാദിയത്ത് ബീച്ചിൻ്റെ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് വലിയൊരു സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞങ്ങളിന്ന് പോയത് ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ അവിടെ ലേഡീസ് ഓൺലി മാത്രമാണ് ഉള്ളത്. ബാക്കി കുട്ടികൾക്കും ആണുങ്ങൾക്കും അവിടെ പ്രവേശനമില്ല. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഈ നഗ്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഫ്രൈഡേ സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ ഇനി ഫ്രൈഡേ ആരും സാദിയത്ത് ബീച്ചിലേക്ക് ഓടിച്ചാടി പോകണ്ട, അവിടെ സ്ത്രീകൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരോടും കയറിക്കോളൂ, കുട്ടികളൊക്കെ അവിടെ വെച്ചു. 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളൊക്കെ കൈപിടിക്കാം, അതിന് മേലെയുള്ള കുട്ടികളെ അവർ അവിടെ കയറ്റുന്നില്ല, അതുപോലെ ആംഗ്ലൈനും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ അധികം ചുറ്റിത്തിരിയാൻ നിന്നില്ല. പിന്നെ നേരെ വിട്ടു. നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന മറീന ബീച്ചിലോട്ട്, കോർണിഷ് ബീച്ചിലോട്ട് നേരെ വിട്ടു. അപ്പോൾ ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമാണെന്ന്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അതേ അനുഭവമുള്ളവർ അവിടെ വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ കോർണിഷ് ബീച്ചിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ നമ്മളെ ആദ്യം ഇവിടെ ഇറക്കി ഞങ്ങളെ വണ്ടി പാർക്ക് ചെയ്യാൻ ആ സൈഡിലോട്ട് പോയി, പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി. അങ്ങനെ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഈ ബീച്ചിലോട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കോർണിഷിൻ്റെ ഏതെങ്കിലും വേറൊരു സൈഡിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. സ്ഥിരം ഇറങ്ങുന്ന ഒരു സൈഡിലൊന്നല്ല ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ വേറൊരു സൈഡിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ബീച്ചിലോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. സാദിയത്തിൽ കുറേ ചുറ്റിക്കറങ്ങിയ കാരണം കൊണ്ട് ഇവിടെ എത്താൻ ഇത്തിരി നേരം വൈകിട്ടുണ്ട്. സൂര്യൻ എപ്പോൾ അസ്തമിക്കുന്നു ആ സമയം എല്ലാവരെയും ബീച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരെല്ലാവരും കയറ്റും. അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് ഇവിടെ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, കളിക്കാനുള്ള സാധനങ്ങളും പട്ടവും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പട്ടം പറത്താൻ മാത്രമുള്ള കാറ്റൊന്നും അവിടെ ഇല്ലാത്ത കാരണം അതൊന്നും പുറത്തേക്ക് എടുത്തില്ല. ബാക്കി കുര്യപ്പനും മേണസ്റ്റും അവിടെ കളിക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ വന്നത്. ഈ കപ്പലൊക്കെ ഉള്ള ഒരു പാർക്ക്, ചെറിയൊരു പാർക്ക് സെറ്റപ്പ് അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ വേറൊരു ഏരിയയിലൊന്ന് വന്നപ്പോൾ വലിയ ആമകളും പാറക്കല്ലുകളും അത് പലതരം ഉണ്ട്, പലതരത്തും പല ഡിസൈനിലൊക്കെ ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ഇവരെ വേഗം വെള്ളത്തിലോട്ട് ഇറക്കാനാണ് പ്ലാൻ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൽ. അപ്പം ഇങ്ങനെ അവർ ഡ്രസ്സൊക്കെ മാറി മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ പരിപാടികളും. കുര്യപ്പൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട്. ഞങ്ങളൊരു ഏറ്റവും അറ്റത്തെ ഒരു സൈഡിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക്, ഈ ബൗണ്ടറി കെട്ടിയതിൻ്റെ അപ്പുറത്തേക്ക് ആരും പ്രവേശിപ്പിക്കണില്ല. അവിടുന്ന് കുര്യപ്പൻ ഇടയ്ക്ക് അങ്ങോട്ട് ചാടി കയറും, അവിടുന്ന് തിരിച്ചും കൊണ്ട് സെക്യൂരിറ്റി വന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഓടിപ്പിക്കും. ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ വന്നത്. സൂര്യാസ്തമയം ആവണേ ഉള്ളൂ, അധികം വൈകാതെ ആവും. അപ്പോൾ ഈ ഇറങ്ങിയ സ്പീഡിൽ തന്നെ നമ്മൾ കയറേണ്ടി വരും. അപ്പോൾ ബീച്ചിൽ വരുന്നവരൊക്കെ കുറച്ച് നേരത്തെ വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങൾ പിന്നെ സാദിയത്തൊക്കെ ചുറ്റിക്കറങ്ങിയ കാരണമാണ് ഇത്രയും ഡിലേ ആയി പോയത്.
പിന്നെ ഇതാ നമ്മുടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വെള്ളത്തിലിറങ്ങാനുള്ള ആ ടൈം നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ മണലിലൊക്കെ കളിക്കാം, പക്ഷെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി പിന്നെ ഇവിടെ മണലിലുള്ള കളികളൊക്കെയായി. എന്താ കണ്ട സെക്യൂരിറ്റിക്കാരെ എല്ലാവരും വിളിച്ച് കയറ്റി. അതിൻ്റെ ഇടയിൽ സെക്യൂരിറ്റിക്കാർ അങ്ങോട്ട് പോവും. അപ്പോഴേക്കും ഇവിടെ നിന്ന് ആരെങ്കിലും ഇറങ്ങുമ്പോഴേക്കും അവരപ്പം തന്നെ നമ്മളെ പിടിച്ച് കയറ്റും കേട്ടോ. അങ്ങനെ എല്ലാവരെയും പിടിച്ച് കയറ്റി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ എന്താ ഇവിടെ പാർക്കിലോട്ടാണ് വന്ന് കളിക്കാൻ വന്നത്. അപ്പോൾ കുട്ടികൾ ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ പാർക്കിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഏണസ്റ്റ് അവിടെ ഊഞ്ഞാലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇറങ്ങിയിട്ട് വേണം കയറാൻ. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ നിൽക്കുകയാണ്. ഏണസ്റ്റിനും കുരിപ്പിനും ഇവിടെ കുറച്ച് നേരം കൂടി കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പോവാണ്. Korea? 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 Come on. Korea, come on. Come on. Korea? Slowly, slowly, slowly. നോക്ക്. അങ്ങനെ പാർക്കിലെ കളികളും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് കൈയും കാലൊക്കെ വീണ്ടും പോയി കഴുകി ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലത്തോട്ട് നടന്നു പോവാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ ലൈറ്റും കാര്യങ്ങളും ഒത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല. അപ്പോഴേക്കും ദാഹമോഹങ്ങളായപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. വണ്ടി അങ്ങനെ നമ്മളിതാ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുഞ്ഞൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.